ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്താ സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കോഴിക്കോടത്തെ വല്യമ്മ ഉണ്ടാക്കുന്ന മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വല്യമ്മേൻ്റെ മീൻ കറി അപാര ടേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു ചോറിനത് മാത്രം മതി. ചട്ടിയിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. പക്ഷേ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഉള്ളി ചതയ്ക്കാൻ പാടില്ല, ചെറിയ ഉള്ളി അങ്ങനെ ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി എരിഞ്ഞിടുക. എന്നിട്ട് നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം അത് നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തക്കാളി ഇടുക. ഞാനൊരു തക്കാളിയാണ് ഇട്ടത് കേട്ടോ. ഒരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ആ തക്കാളി നന്നായിട്ട് അതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി വരണം കേട്ടോ. നല്ലോണം ഉടഞ്ഞൊരു തൊലിയൊക്കെ ഇതാക്കി വരണം. പക്ഷേ ഈ മീൻ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കേണ്ടി ഒരു ചോറിന് ഭയങ്കര ടേസ്റ്റായിരിക്കും. എന്നിട്ട് ഉപ്പിടുക. ഞങ്ങൾ ഇവിടെ വല്യമ്മേൻ്റെ അടുത്ത് വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ എൻ്റെ വല്യമ്മ എപ്പോഴും ഉണ്ടാക്കുന്നൊരു മീൻ കറിയാണ് ഇത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ചോറുണ്ണാൻ തോന്നും. അത് കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ ആ പച്ച ചുവ നന്നായിട്ട് മാറണം കേട്ടോ. നല്ലോണം ആ പച്ചച്ചുവ മാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കരിവേപ്പില ഇടുക. കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, വാളൻപുളി. അതെടുത്തിട്ട് ആ വാളൻപുളി എടുത്തൊഴിക്കുക. ഇവിടെ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ കറിക്ക്. അപ്പോൾ അതിനേക്കുള്ള കറിയാണ്, കുറച്ച് കറി മതി ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എത്രയാണോ ഫിഷ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കറി കൂട്ടണമെങ്കിൽ കൂട്ടാം. എന്നിട്ട് ഞാൻ മത്തി നല്ലോണം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഈ മത്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. മെല്ലെ കേട്ടോ, മെല്ലെ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നീട് ഒന്നും ഇത് ചെയ്യണ്ട. മത്തിക്കറി റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതേപോലെ എൻ്റെ വല്യമ്മ ഉണ്ടാക്കി തരുന്ന മത്തിക്കറി ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.